ഹായ്, അസ്സലാമു അലൈക്കും. നമ്മൾ ഇന്നലെ റിഫയുമായി ബന്ധപ്പെട്ട ഒരു സംഭവം ചെയ്തപ്പോൾ ഈ ബാച്ച എന്ന് പറയുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ പറ്റി എല്ലാവരുടെ മനസ്സിൽ ഒരു സംശയം കിടപ്പുണ്ട് എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. അപ്പം നമ്മൾ പോകുന്നത് കറക്റ്റായിട്ടുള്ള ഒരു ട്രാക്കിലൂടെ തന്നെയാണ്. ഞാൻ പറയുന്നത് മെഹനാസ് പ്രതിയല്ല എന്ന് ഞാൻ എവിടെയും പറയുന്നില്ല. അവൻ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. നമ്മുടെ റിഫയോട് തെറ്റ് ചെയ്ത വ്യക്തികളാണ് ജംഷാദ് ആയാലും ബാച്ച ആയാലും മെഹനാസ് ആയാലും. ഈ 3 പേരെയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് തന്നെ ഈ അന്വേഷണം മുന്നോട്ട് പോകണം എന്നുള്ളത് മാത്രമാണ് എൻ്റെ ആവശ്യം. അല്ലാതെ എനിക്ക് മെഹനാസിനെ വിളിപ്പിച്ച് മെഹനാസിനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ, മെഹനാസ് എൻ്റെ അനിയൻ്റെ മോൻ, എൻ്റെ അമ്മായിൻ്റെ മോനൊന്നുമല്ല, എനിക്ക് അവൻ ആരുമല്ല. ഞാനിങ്ങനെ ഖാദർ കരിപ്പുഴയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ബന്ധം, അത്രയേ ഉള്ളൂ. ഖാദർ കരിപ്പുഴയ്ക്കെതിരെ സംസാരിക്കുന്നവരെല്ലാവരും ഡ്രഗ് പെഡ്ലർ ആണെന്നും അല്ലെങ്കിൽ മറ്റുള്ളവരാണെങ്കിലും പെൺവാണിഭമാണെന്നും മറ്റേതാണെന്നും മറിച്ചാണെന്നും അത് അവൻ പറയുന്ന ഒരു പോളിസിയാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയൊക്കെ അവൻ്റെ അടുത്ത് തെളിവുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കായിരുന്നല്ലോ. ഞാൻ മയക്കുമരുന്ന് ഇന്ന് വരെ ഒരു മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ള മെഡിക്കൽ രേഖകളും ഞാൻ ഹാജരാക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നല്ല ഇവിടുത്തെ വിഷയം. ഈ ബാച്ച എന്ന് പറയുന്ന ക്രിമിനലിനെ ഖാദർ കരിപ്പുടി എന്തിനാണ് രക്ഷപ്പെടുത്തിയെടുത്തത്? അത് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. ഇത് ഞാൻ പോസ്റ്റ് ഇട്ടതിന് വിത്തിൻ ഒരു മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഫസ്മിനാന്റെ ഒരു ഇന്റർവ്യൂ വന്നു, മെഹനാസും ഫസ്മിനയും തമ്മിൽ. അതിലിങ്ങനെ മെഹനാസ് ഇങ്ങനെ അത് ഇവരെന്തോ കരാറേറ്റ പോലെ. എന്തായാലും എന്നോട് പേഴ്സണലായിട്ട് ഈ പബ്ലിക്കാരിലൊക്കെ എന്തായാലും എന്നോട് പേഴ്സണലായിട്ട് എന്തോ പ്രശ്നമുണ്ട്. എന്നെ മാത്രം ലക്ഷ്യം വെച്ചിട്ടാണ് ആക്ച്വലി എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ മുന്നേ ഏതോ ഒരു വീഡിയോ ഇവന് അതായത് ബാച്ചാനെ പറ്റി പുറത്ത് പറയരുത് എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അത് പറയണ്ട. പിന്നെ അതേപോലെ എൻ്റെ ഒരു ബ്രദറെ കയ്യിൽ നിന്ന് ജസ്റ്റ് ഒരു വീഡിയോ എന്തോ, കാരണം എൻ്റെ സിറ്റുവേഷൻ, ഞാൻ ആത്മഹത്യ ചെയ്യാൻ നോക്കിയിട്ടൊക്കെ ഞാൻ ഫുള്ള് പറയുന്നുണ്ട് വ്യക്തമായിട്ട്. എന്നെ തകർക്കുക എന്നുള്ളതാണ് ഖാദർ കരിപ്പുടിയുടെ ലക്ഷ്യം. ഖാദർ കരിപ്പുടി മുൻപേ പറഞ്ഞിട്ടുണ്ട്, ബാച്ചയുടെ പേര് പുറത്ത് പറയരുത്. അല്ല ഖാദർ, അതെന്തിനാ? ബാച്ചയുടെ പേര് പുറത്ത് വന്ന അനക്കെന്തത്ര പ്രശ്നമോ? അല്ല കുടുംബക്കാരനോ അല്ലെങ്കിൽ എന്തെങ്കിലും പൈസയോ അങ്ങനെ എന്തെങ്കിലും തന്നിട്ടുണ്ടോ ബാച്ചയെ രക്ഷപ്പെടുത്തിയെടുക്കാൻ? അത് മാത്രമാണ് സംശയം. കുറച്ചും കൂടി കാലങ്ങൾക്ക് പുറകോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ മെഹനാസിന്റെ ഉപ്പ പറയുന്ന മെയിൻ സ്ട്രീം എന്നൊരു ചാനലിൽ കൊടുക്കുന്ന ഒരു ഇന്റർവ്യൂ കൂടി ഞാൻ കേൾപ്പിച്ചുതരാം. പാർട്ട്ണറും ഇവന്റെ കുഞ്ഞിന്റെ ഉമ്മയും ഇവന്റെ എല്ലാ ജീവിതം തന്നെയാണ് പോയത്. അതിനോട് ഇവന്റെ ജീവിതം താറുമാറായി. ഒരു ബാച്ച എന്ന് പറഞ്ഞിട്ട് ഒരു പയ്യനുമായിട്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഇടക്ക്, റിഫോ ആയിട്ട്. അവർ ഒരു കേസെല്ലാം ഉണ്ടായിരുന്നു, കുറെ ഭീഷണിയെല്ലാം ആക്കിയിട്ടുണ്ടായിരുന്നു. അവൻ ദുബൈയിലും ഉണ്ടായിരുന്നു. അപ്പൊ മരിച്ചതിന് ശേഷം അവൻ അവിടെ നിന്ന് ഇങ്ങോട്ട് നാട്ടിലേക്ക് പോന്നു. അപ്പൊ എനിക്ക് ചെറിയ സംശയം പറഞ്ഞ് അന്നേരം വേണ്ടാന്ന് പറഞ്ഞിട്ട് ഈ ബ്രദർ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അന്നേരം ഞങ്ങൾ അവിടുത്തെ കാക്കൂർ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ പോലീസിനെ വിളിച്ചു വരും. കാരണം നല്ല സന്തോഷത്തിൽ ജീവിച്ചിരിക്കുന്നത് പെട്ടെന്ന് മരിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമല്ലോ. ആ കാരണം നമ്മൾ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് അന്ന് തന്നെ കബറടക്കി അന്ന് തന്നെ അവരുടെ മാതാപിതാക്കളോട് നമ്മൾ പറഞ്ഞ് നമുക്ക് ഒരു കംപ്ലൈന്റ് കൊടുക്കാം, പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കണം. അപ്പൊ അവര് പറഞ്ഞ് ഇപ്പം വേണ്ട, എല്ലാം അതിലിങ്ങനെ പറയുന്നുണ്ട്, റിഫയുടെ കുടുംബക്കാരുമായി വീട്ടുകാരുമായി ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല, നല്ല രീതിയിൽ തന്നെയായിരുന്നു പോയത്. പക്ഷെ മകനെ കിട്ടണം എന്ന് ഞങ്ങൾ പറഞ്ഞതിന് ശേഷം മാത്രമാണ് പ്രശ്നത്തിന്റെ സ്റ്റാർട്ടിങ്. അവിടെ നിന്നും കാസർഗോഡുള്ള ഖാദർ കരിപ്പുടി എന്നുള്ള ഒരു യൂട്യൂബർ ഇവർ പിന്നീട് ഇവരെ സ്വരത്തിന് വ്യത്യാസം ഈ ആ ചാനലിൽ കൂടി പലതും മോശമായിട്ട് പറയാൻ തുടങ്ങി. തരാൻ പറ്റൂല കുഞ്ഞിനെ എന്നുള്ള ഇതായി. അപ്പൊ ഞാൻ പറഞ്ഞു അന്ന് നിയമപ്രകാരം പോയിട്ട് പിന്നെ കുഞ്ഞിനെ മേടിക്കേണ്ടി വരും എന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു ചാനലിൽ കൂടി ഇങ്ങനെ പലതും പറയുന്നുണ്ടല്ലോ മാനുവിനെ പറ്റിയിട്ട്. അപ്പൊ നിങ്ങൾ മുമ്പേ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ഒരു കംപ്ലൈന്റ്. ഇപ്പം മരിച്ചതിന് ശേഷം ഇപ്പം ഈ ചാനലുകാരൻ പോയിട്ട് എന്തോ ഒരു പൈസന്റെ കൊടുക്കാനെല്ലാം പറഞ്ഞിരുന്നു. 1 ലക്ഷം രൂപ ഞാൻ കൊടുക്കുന്നുണ്ട്. ചൂടായി ചെയ്തു. കാസർഗോഡുള്ള ഒരു ചാനലുകാരൻ പോയിട്ട് എന്തെല്ലോ പറഞ്ഞിട്ട് അവരെ പ്രലോഭിപ്പിച്ചു. ആടുന്നവര് പിന്നെ അതുവരെ നല്ല ലോകത്തിലുണ്ട്, ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഞങ്ങൾ വീട്ടുകാരുമായിട്ട് ഒരു പ്രശ്നമില്ല, നല്ല നിലയിൽ ഉണ്ടായതാണ്. പിന്നീട് ഇവരെ സ്വരത്തിന് വ്യത്യാസം ഈ ആ ചാനലിൽ കൂടി പലതും മോശമായിട്ട് പറയാൻ തുടങ്ങി. വീടുമായി ബന്ധപ്പെടുകയും അവിടുന്ന് ബാച്ച എന്ന് പറയുന്ന ഒരു വിഷയത്തെ പറ്റി പറയുന്നുള്ള വാണിങ്ങും അവിടുന്ന് കൊടുക്കണ്ടായി. ഈ കാസർഗോഡുള്ള ഖാദർക്ക് അവിടെ എത്തിയതിന് ശേഷമാണ് ഇത് കൊലപാതകമായി മാറിയതും ഈ ബാച്ച എന്നുള്ള ഒരു ക്രിമിനൽ രക്ഷപ്പെടുത്തിയതും മെഹനാസ് എന്നുള്ള വ്യക്തി പ്രതിയായതും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ജംഷാദ് ആയാലും മെഹനാസ് ആയാലും ബാച്ച ആയാലും സംതിങ് ഇനി ആരാണെങ്കിൽ പോലും റിഫയോട് ദ്രോഹം ചെയ്തവരെല്ലാം നമ്മുടെ ശത്രുക്കൾ തന്നെയാണ്. ഈ 3 പേരെയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഈ കേസ് പുനരന്വേഷണം നടത്തേണ്ടത്. ഇനി
റിഫയുടെ സഹോദരനായ റിജുവിനോട് എനിക്കൊരു കാര്യം പറയാനുള്ളൂ. കാദർ കരിപ്പടി നിങ്ങളെ നല്ലോണം മൂഞ്ചിപ്പിക്കുന്നുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ അതാണ് സത്യം. നീ എന്നോട് പറഞ്ഞു ഒരു പ്രത്യേക അന്വേഷണ കമ്മീഷനെ വെച്ചിട്ടുണ്ട്, ഡിവൈഎസ്പി മാറി വന്നത് കൊണ്ടാണ് അത് കേസും ഫയല് ചുവപ്പ് നാടയിൽ കുടുങ്ങി മുന്നോട്ട് പോവാത്തത് എന്നാണ് എന്നോട് ഈ പറഞ്ഞത്. ഇനി എന്നോട് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഈ ക്രൈം സ്റ്റേജ് നടക്കുന്നത് ദുബായ് പോലത്തെ വേറൊരു പരമാധികാര രാജ്യത്താണ്. അവിടെ പോയി അന്വേഷണം നടത്താനുള്ള ഒരു അവകാശം നമ്മുടെ കേരള പോലീസിനില്ല, ക്രൈം ബ്രാഞ്ചിനും ഇല്ല, പോട്ടെ ഒരു SITക്ക് പോലും ഇല്ല. പ്രത്യേക അന്വേഷണ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഈ കേസ് ഒന്നെങ്കിൽ CBIക്ക് കൈമാറണം. ഈ CBI ആണ് അവിടെ പോയി അന്വേഷിക്കേണ്ടതും. അതും നേരിട്ട് അന്വേഷിക്കാൻ പറ്റില്ല, ദുബായ് പോലീസിന്റെ അനുവാദം കിട്ടിയതിന് ശേഷം മാത്രമാണ്. ഇന്ത്യയിലെ ഏത് കോടതിയിൽ നിന്നും നീ ഓർഡറുമായി ചെന്നാൽ പോലും കേരള പോലീസിനോ അല്ലെങ്കിൽ താമരശ്ശേരി പോലീസിനോ അവിടെ പോയി അന്വേഷിക്കാൻ പറ്റൂല. അപ്പൊ നിങ്ങളെ നന്നായിട്ട് മൂഞ്ചിപ്പിക്കുന്നത്. വെറും 5000 രൂപ ഒരു MC ഫയൽ ചെയ്യാൻ വേണ്ടി ഒരു ഹൈക്കോടതി വക്കീലിന് കൊടുത്തു കഴിഞ്ഞാൽ ഈ അന്വേഷണം CBIക്ക് കൈമാറും. കൂടാതെ ഇത്രയും ജനങ്ങളുടെ സപ്പോർട്ട് റിഫയുടെ കേസിലുള്ളത് കൊണ്ട് 100,000 പേരെ കൊണ്ട് അടങ്ങുന്ന ഒരു ഒപ്പ് ഒരു മാസ് പെറ്റീഷനായിട്ട് നമ്മുടെ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത 100% അനക്ക് ഗുണമുണ്ടാവും. അല്ലാണ്ട് എൻ്റെ പെങ്ങളുടെ കൊലപാതകത്തിന്റെ സത്യം തെളിയാൻ നീ സോഷ്യൽ മീഡിയയിൽ തേടി നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ഈ ബാച്ച എന്ന് പറയുന്ന ക്രിമിനലിനെ മാറി നിർത്തി 3 കുനിച്ചു നിർത്തി 3 കുത്തിയാൽ നിനക്ക് അതിന്റെ ചിലപ്പോൾ സത്യം പറയാൻ പറ്റുന്നുണ്ടാവുമായിരിക്കും. മെഹനാസ് ആ പെൺകുട്ടിയെ ഉപദ്രവിച്ചിരുന്നു എന്നുള്ളത് സത്യം. അത് നമ്മുടെ റിഫയുടെ വോയിസിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. അതിനുള്ള ശിക്ഷ അവ അനുഭവിക്കുക തന്നെ വേണം.